ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. ദൈവമക്കൾ വൈദ്യസഹായം എടുക്കാമോ? അല്പം കൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ, ഈ ദൈവമക്കൾ മരുന്ന് കഴിക്കുന്നത് ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്, ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം അത് നമ്മൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അവർ മരുന്നെടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം കിട്ടി. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരാവശ്യം വന്നപ്പോൾ അവർ ചികിത്സ സ്വീകരിച്ചു, അതിൻ്റേതായിട്ടുള്ള നന്മ അവർക്ക് കൈവരികയും ചെയ്തു. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ നോർത്ത് ഇന്ത്യൻ വൈദികരെ, അവിടെ ഒരു രൂപതയിലെ വൈദികരെ ധ്യാനിപ്പിക്കാൻ പോയത്. രണ്ടാം ദിവസം എനിക്ക് വയറിന് അല്പം പ്രശ്നം വന്നു, ലൂസ് മോഷൻ വന്നിട്ട് ഞാൻ സാധാരണ ചെയ്യും പോലെ കട്ടൻ ചായ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അത് പല പ്രാവശ്യം ഒരു ദിവസം കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് 1.5 ദിവസമായിട്ടും വലിയ മാറ്റം വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ചു, കാര്യം പറഞ്ഞപ്പോൾ ഒരു മരുന്ന് അവർ കുറിച്ച് തന്നു. ഞാൻ അത് ഇവിടുന്ന് അയച്ചു തന്നു. ഞാൻ അതോ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും വാങ്ങിച്ചു. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഒരെണ്ണം കഴിച്ചാൽ മതി, പിന്നെ എങ്ങാനും വേണ്ടി വരുവാണെങ്കിൽ രണ്ടാമതൊന്ന് പിന്നീട് കഴിച്ചാൽ മതി. ഒരു ഗുളിക ഞാനത് കഴിച്ചതേ ഉള്ളൂ, എൻ്റെ കാര്യം ഓക്കെ ആയി. രണ്ടാമതൊരു ഗുളികയും കൂടെ കഴിക്കേണ്ടി വന്നില്ല. ഇനി ഞാനത് ചെയ്യുന്നതിന് പകരം ഒരുപക്ഷെ ഞാൻ 5 ദിവസവും നാരങ്ങ പിഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ചാലും ഈ ഒരു ഇഫക്റ്റ് ഒരുപക്ഷെ വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങളിൽ അത്ഭുതകരമായി ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായേക്കാം. പക്ഷേ വൈദ്യസഹായം അതിനെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, വൈദ്യസഹായം എടുക്കുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. പല കാരണങ്ങൾ, വൈദ്യസഹായം എടുക്കാതിരിക്കുന്നതിനും പല കാരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ചിലരുടെ ദൈവാശ്രയത്വം. കർത്താവിൻ്റെ വചനം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ്. മെഡിക്കൽ സയൻസിന് ചിലപ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളിടത്തും ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥന പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഇനി അതോടൊപ്പം ദൈവം ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ആ വൈദ്യസഹായം, മരുന്നെടുക്കുന്ന കാര്യം, അത് വചനം വിലക്കുന്ന കാര്യമൊന്നുമല്ല. സുഭാഷിതങ്ങൾ 16:3 വായിച്ചാൽ ഒരു മനോഹരമായ കോമ്പിനേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ വൈദ്യസഹായവും, ഇത് രണ്ടും കൂടെ ചേരുന്നിടത്തായിരിക്കാം ഏറ്റവും നല്ല റിസൾട്ട് നമുക്കുണ്ടാവുക. കരിസ്മയിലുണ്ടായിരുന്ന ഒരു വന്യ വൈദികൻ, കുഴുപ്പിലച്ഛൻ, ദേവസ്യ കുഴുപ്പിൽ, ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. അച്ഛനൊരു മരുന്ന് കഴിക്കുമ്പോൾ, പാരസിറ്റമോൾ ആയിരിക്കാം, അത് കഴിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ആശീർവദിച്ചിട്ടാണ് അത് കഴിക്കുക. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ എൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഈ മെഡിസിന് ശക്തിയില്ലായിരിക്കാം, പക്ഷേ ഈ ആശീർവാദത്തിനുണ്ട് എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരുന്നോ? അതില്ല. ആ മെഡിസിൻ എടുക്കുമ്പോൾ അത് വ്യഞ്ചരിച്ച് അത് കഴിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. മനോഹരമായ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് പ്രാർത്ഥിക്കാതെ മരുന്ന് കഴിയും. ചിലരെ കാണാൻ സാധിക്കും, ഒരു കൈ ഗുളികയുണ്ട്, എന്നാലും അവരാവശ്യപ്പെടുന്നത്, എനിക്ക് അവിടെയും കൂടെ ഒരു വേദന തുടങ്ങിയിട്ടുണ്ട്, ഡോക്ടറെ കാണണം, അതിനൂടെ മരുന്ന് കഴിക്കണം. എന്നാൽ ഇവരോടൊന്ന് പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണേലും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. അന്നേരമൊക്കെ അത് എനിക്ക് മേല, എനിക്ക് രോഗമാണ്, ഇരിക്കാൻ മേല, എനിക്ക് നിൽക്കാൻ മേല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും മേല എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഒഴിവാക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് മരുന്നിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, 2 ദിനവൃത്താന്തം 16-ാം അധ്യായം എടുക്കുമ്പോൾ ആസാ രാജാവ് ഒരു കാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് നമ്മൾ കാണുകയാണ്, പ്രവാചകൻ അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അവന് മുറിവായി മാറി. പിന്നെ ഒരു വാശി, പ്രതികാരദാഹം പോലെ അവന് മാറി. അവൻ്റെ കാലിൽ ഒരു വ്രണം വന്നു. ഇന്നത്തെ ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചൊറി വന്നതാണ്. പക്ഷെ അവൻ മരിച്ചത് ആ ചൊറി മൂലം. എന്ന് പറഞ്ഞാൽ ഈ വ്രണം സുഖപ്പെടുത്താൻ വൈദ്യസഹായം സ്വീകരിച്ചു, പറ്റിയില്ല, സൗഖ്യം വന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു, നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക, പ്രാർത്ഥിക്കുക. അവൻ പറഞ്ഞു നോ. വൈദ്യസഹായം അവൻ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ സഹായം അവൻ നിരസിച്ചു. തന്മൂലം അവന് സംഭവിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ ആ ചൊറി മൂലം മരിച്ചു എന്നാണ് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുക. മൂന്നാമതൊരു കൂട്ടരെ കാണാൻ പറ്റും, അവരാണ് തല പോയാലും വേണ്ടിയില്ല, മരിച്ചാലും വേണ്ടിയില്ല, മരുന്ന് കഴിക്കത്തില്ല. ചിലരുടെ കാര്യത്തിൽ ഭക്തിഭ്രാന്ത, ഇങ്ങനത്തെ ചില ആശയവുമായിട്ട് നടക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഭക്തിഭ്രാന്ത്, ഭക്തിയാണ് നല്ലതാണ്, ദൈവാശ്രയത്വത്തിൻ്റെ പേരിലാണെങ്കിൽ നല്ലതാണ്,
ഇനി ദൈവം എന്നോട് മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ കഴിക്കാം. അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും, ദൈവവുമായിട്ട് ആലോചന ചെയ്യും. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഒരു ഭക്തിഭ്രാന്തല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വചനം പറയുന്നുണ്ട് വൈദ്യസഹായം വേണ്ടി വരുന്നത് ആർക്കാണ്? നമ്മൾ ശ്രദ്ധാപൂർവം ജീവിക്കുന്നില്ലെങ്കിൽ മരുന്ന് കഴിച്ച് മരിക്കും. അതാണ് നമുക്ക് സംഭവിക്കാവുന്നത്. പ്രഭാഷകൻ 35:18 എടുത്താൽ, പ്രഭാഷകൻ 35:18, സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ വൈദ്യസഹായം തേടേണ്ടി വരും. ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർ, വചനം ലംഘിച്ച് ജീവിക്കുന്നവര്, പാപസുഖം തേടി പോകുന്നവര് വൈദ്യസഹായം തേടേണ്ടി എന്ന് പറഞ്ഞാൽ അവർ പല രീതിയിൽ രോഗികളായി മാറും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയാം. സങ്കീർത്തനം 107:17 മുതൽ വായിച്ചാൽ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അതുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച് പാപജീവിതം നയിക്കുന്നവർ ഒരുപാട് മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിച്ച് അവർ തീരും എന്നുള്ള ആ ഒരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. മറ്റൊന്ന്, മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരത്തിലും ഒരുപാട് രോഗങ്ങൾ വരാം. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് മൂന്നും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്കറിയാലോ, ചിലരെ ഡോക്ടറുടെ അടുത്തുകൊണ്ടുപോയി എല്ലാ ചെക്കപ്പും നടത്തിയാലും അവർ പറയുന്നത് ഒരു കുഴപ്പവും കാണുന്നില്ല. പക്ഷെ ഇവർക്ക് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എന്തായിരിക്കാം? സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ. അത് മനസ്സ് മുറിവേറ്റോ മനസ്സ് നേരെ ചൊവ്വേ പ്രവർത്തിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആരോഗ്യമുള്ള മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. സങ്കീർത്തനം 32:1 മുതൽ വായിക്കുമ്പോൾ പാപം മൂലം വരാവുന്ന ആ ഒരു അവസ്ഥ അവിടെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ഞാൻ കരഞ്ഞ് എല്ലും തോലുമായി. ഒരു നല്ല കുമ്പസാരം നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പല രോഗങ്ങളും. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ വഴിക്ക് അവർ നീങ്ങത്തില്ല. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവിക നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട ദൈവിക നിലപാട് എന്താണെന്ന് നമ്മൾ അറിയണം. അതിന് ഏറ്റവും നല്ലത് പ്രഭാഷകൻ 38 വായിക്കുക. പ്രഭാഷകൻ 38 ആദ്യത്തെ വചനം പറയുക, വൈദ്യനെ ബഹുമാനിക്കുക, അവന് അർഹമായ സ്ഥാനം കൊടുക്കുക. നിന്റെ രോഗം നിർണയിച്ച് നിന്നെ സുഖപ്പെടുത്താൻ ഞാനാണ് അവനെ നിയോഗിച്ചത്. അതുകൊണ്ട് വൈദ്യസഹായം സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിട്ട് അവരെ കാണുക, പ്രാർത്ഥിക്കുകയും വൈദ്യസഹായം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. 9-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ, രോഗം വരുമ്പോൾ മകനെ മകളെ ഉദാസീനത കാണിക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു വൈദ്യസഹായം അത് വളരെ എളുപ്പത്തിൽ നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഇന്ന് ചിലർ ഹോമിയോ മരുന്ന് അല്ലെങ്കിൽ ആയുർവേദം ഇതെല്ലാം പൈശാചികമാണ് എന്ന് പോലും പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എസെക്കിയേൽ 47 അവിടെ നമ്മൾ കാണുന്നുണ്ട് ആലയത്തിൻ്റെ അടിയിലൂടെ ഒഴുകിയ ആ നീർച്ചാലിനെ കുറിച്ച്. അതിൻ്റെ സൈഡിൽ മരങ്ങൾ തഴച്ച് വളരുന്നത്, അതിൻ്റെ ഫലങ്ങൾ അത് സൗഖ്യം പകർന്നു, ജീവൻ പകർന്നു. അതിൻ്റെ ഇലകൾ സൗഖ്യത്തിന് കാരണമായി. ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ദേവാലയത്തിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന ഒരു ഔഷധമായിട്ട് നമുക്ക് കാണാൻ പറ്റും ദിവ്യകാരുണ്യം. അതുപോലെ തന്നെ മറ്റു കൂദാശകൾ, ഇതൊക്കെ നമ്മെ സുഖപ്പെടുത്തും എന്നുള്ള ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഒപ്പം വൈദ്യസഹായം സ്വീകരിച്ച് നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.